ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം പോകുന്നത് പനന്നൂർക്കാവ് ത്രിപുരസുന്ദരി ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രം നമ്മുടെ പൗരാണികമായ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേവീക്ഷേത്രങ്ങളിലൊന്നാണ്. നമ്മുടെ ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ആരാധനാമൂർത്തികളിൽ ഒന്നായിരുന്നു ത്രിപുരസുന്ദരി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇന്ന് ലോകപ്രശസ്തമായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ലോക റെക്കോർഡ് ഒന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ ധ്വജസ്തംഭം, അതായത് കൊടിമരം, ചെമ്പിലോ പിത്തളയിലോ അല്ലെ തേക്കിൻ തടിയിലോ അല്ലെങ്കിൽ കോൺക്രീറ്റിലോ ഒക്കെ നിർമ്മിക്കപ്പെട്ട ധ്വജസ്തംഭങ്ങളാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും 99% ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടുത്തെ ധ്വജസ്തംഭം നിർമ്മിക്കുന്നതിനായി ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ കാണുന്ന ഒറ്റക്കല്ലിൽ തീർത്ത കൃഷ്ണശിലയിൽ തീർത്ത 45 അടി ഉയരമുള്ള ഈ ധ്വജസ്തംഭം നിർമ്മിച്ചത്. ഒരുപാട് ശില്പികൾ വന്ന് പിന്മാറിപ്പോയതാണ് ഈ ധ്വജസ്തംഭം നിർമ്മിക്കുന്നതിനായിട്ടുള്ള പ്രയത്നത്തിൽ. അവസാനം ഈ ധ്വജസ്തംഭം പൂർണ്ണമായി ഈ ത്രിപുരസുന്ദരി ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ലോക റെക്കോർഡാണിത്. URF ലോക റെക്കോർഡ് നേടിയ കൃഷ്ണശില ധ്വജസ്തംഭമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒറ്റ കല്ലിൽ തീർത്ത 45 അടി ഉയരമുള്ള കൃഷ്ണശിലയാണിത്. നമുക്ക് മറ്റെല്ലായിടത്തും കാണാൻ കഴിയുന്ന പോലുള്ള ഒരു കാഴ്ചയല്ല ഈ ധ്വജസ്തംഭം. ഇത് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ ഈ ക്ഷേത്രത്തിലെത്തിയത്. അവിടെ ക്ഷേത്രത്തെ വലം വെച്ചൊഴുകുന്ന ഒരു ആറുണ്ട്. അപ്പം ഞാൻ ആ അമ്പലത്തിൻ്റെ നടപ്പന്തലിലെത്തിയ സമയത്ത് കുറേ സഹോദരിമാർ അവിടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാവുന്ന ഒരു നല്ല രീതിയിൽ, മനോഹരമായ രീതിയിൽ അവർ സ്റ്റെപ്പുകൾ വെക്കുന്നുണ്ട്. അപ്പം ഈ വഴി പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിലെത്തണം, ഈ ധ്വജസ്തംഭം ഒന്ന് കാണണം. നമ്മൾ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ അത്ഭുതകരമായ ഒരു ധ്വജസ്തംഭമാണ്. ഒരുപാട് ശില്പികൾ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രയത്നവും കഷ്ടപ്പാടും ഒക്കെ കാരണം അവർ പിന്മാറിയതാണ്. പിന്നീട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളും നാളുകളും എടുക്കേണ്ടി വന്നു. അപ്പോൾ അത് നിങ്ങൾ കാണണം. മറ്റെല്ലാ ക്ഷേത്രങ്ങളെ പോലെയുള്ള ധ്വജസ്തംഭമല്ല ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.